ശ്രീജിത്ത് മാഷ് എൻ്റെ ഇളയ സഹോദരനാണ്. മാഷെ ഞാൻ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും തൃശ്ശൂരിൽ വെച്ചാണ്. അതിനു മുമ്പ് ശ്രീജിത്ത് മാഷാകുന്നതിന് മുമ്പ് ശ്രീജിത്ത് എന്ന പേര് ഹൃദയത്തിൽ കുറിച്ചിട്ടിരുന്നു. ഒപ്പം മറ്റു ചില പേരുകൾ. ഏറ്റവും ഭീകരമായ ഒരു രാത്രി നേരിട്ട് അനുഭവിച്ച ഒരു കുരുന്നുമാറി എന്തെങ്കിലും ഒരിക്കൽ കാണണമെന്നും കാണുമെന്നുമുള്ള പ്രതീക്ഷയൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ജോലി ചെയ്തിരുന്ന തൃശ്ശൂരിലെ പേരാമംഗലത്തുള്ള ദുർഗാവിലാസം സ്കൂളിനെ പോലെ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ശ്രീജിത്ത് മാഷ് വരുന്നത്. അപ്പോഴാണ് മാഷെ ഞാൻ നേരിട്ട് കാണുന്നത്. അതിനു മുമ്പേ ആ രൂപം മനസ്സിലുണ്ടായിരുന്നു. ഭാസ്കരൻ മാഷ് എന്തോ ആവട്ടെ നെഞ്ചേറ്റിയ ഒരു ആദർശത്തിന് വേണ്ടി നിസ്വാർത്ഥനായി സമർപ്പിതനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വലിയൊരു ദുരന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത പ്രിയപ്പെട്ട ഭാസ്കരൻ മാഷിലൂടെ ശ്രീജിത്ത് എന്ന പേര് എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ശ്രീജിത്ത് മാഷ് എന്നെ അനുജൻ അംഗീകാരങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം അത് സ്വീകരിച്ച് നാട്ടിലെത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കഴിഞ്ഞ ദിവസം കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സാഹിത്യ പുരസ്കാരം അതും മാഷിനെ തേടി വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് അംഗീകാരത്തിൻ്റെ നാടുകളിലൂടെ തന്നെയാണ് മാഷ് സഞ്ചരിക്കാൻ പോകുന്നത് എന്നുണ്ടായ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ അവാർഡ്, അത് കഴിഞ്ഞ് സംസ്ഥാനത്തിൻ്റെ അവാർഡ്, ഇപ്പം നിങ്ങളെല്ലാവരും ചേർന്ന് നൽകിയ ഇതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന മഹത്വപൂർണമായ ഒരു അവാർഡ് ഇപ്പോൾ ഇവിടെ വെച്ച് മാഷിക്ക് വാങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു പക്ഷേ മറ്റൊരു സാഹിത്യകാരനും ലഭിക്കാത്ത ഒരു സൗഭാഗ്യമാണ് സ്വന്തം നാട്ടിൽ മാഷിനെ വിജയിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹിത്യകാരനെ വാദ്യമേളങ്ങളോടെ നാട്ടുകാരുടെ സ്നേഹ പരിചാലനങ്ങളിലേക്ക് വാങ്ങി വേദിയിലെത്തിച്ച സംഭവം മുമ്പുണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. അത്രയധികം സ്നേഹം നിങ്ങളെല്ലാവരും ചേർന്ന് മാഷിന് ചൊല്ലിയിരിക്കുകയാണ്. അതിലും അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഏതായാലും തുടക്കത്തിൽ തന്നെ ശ്രീജിത്ത് മാഷിന് അല്ലെങ്കിൽ ശ്രീജിത്ത് മുത്തേടത്ത് എന്ന ലോകമറിയുന്ന സാഹിത്യകാരന് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ തന്നെ അർപ്പിതമായ ദൗത്യം നിർവഹിക്കാൻ സമൂഹത്തോടുള്ള പ്രതിബദ്ധത, സമാജത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി തന്റെ സർവശേഷി വിനിയോഗിക്കുക എന്ന ദൗത്യം ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹത്തിന്റെ വന്ധ്യപിതാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങ് എന്തുകൊണ്ടും മഹത്വമുള്ള ഒന്നാണ്. ഒരുപാട് മഹത്വങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും. അതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒന്ന് അതിന് സേതുവേട്ടന്റെ സാന്നിധ്യമാണ്. സേതുവേട്ടൻ ജീവിതം മുഴുവൻ സമാജത്തിനായി സമർപ്പിച്ച് ഇപ്പോഴും കർമ്മധീരതയോടെ നമ്മൾ വന്നിരുന്നത്. അതുകൊണ്ടല്ല ഈ പരിപാടി മഹത്വമുള്ളതാകുന്നത്. ശ്രീജിത്ത് മാഷ് അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ അനുഭവം ഒരു മാധ്യമ പ്രവർത്തകരുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു സത്യം മാഷ് പറഞ്ഞു.
അദ്ദേഹം നേരിട്ട ദുരന്തപൂർണമായ സാഹചര്യത്തിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിഷേധാത്മകമായ ഒരു വികാരം വളർന്നു വന്നപ്പോൾ ആ വികാരത്തെ ശമിപ്പിച്ചുകൊണ്ട് സൃഷ്ടിപരമായ തരത്തിൽ ചിന്തകളെ വഴിതിരിച്ചുവിട്ട മഹാനാണ് സംഘത്തിന്റെ പ്രചാരകനായ സേതുവേട്ടൻ എന്ന് മാഷ് പറഞ്ഞത്. അങ്ങനെയുള്ള സേതുവേട്ടൻ മാഷിനെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ ആശീർവാദം ചെയ്യാനായി ഇവിടെ വന്നു എന്നുള്ളതാണ് മഹത്വം എന്ന് ഞാൻ പറയാൻ കാരണം. ഒരുപക്ഷെ മാഷ് അതെങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയില്ല. സേതുവേട്ടന്റെ ആ നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ ആ വാക്കുകൾ എങ്ങനെയാണ് നിഷേധാത്മകതയിൽ നിന്ന് സൃഷ്ടിപരതയിലേക്ക് മാഷിന്റെ ചിന്തകളെ സ്വാധീനിച്ചത് എന്ന് മാഷ് തന്നെ അത് നമ്മളോട് പറഞ്ഞതാണ്. ആ നിലയ്ക്ക് ഇങ്ങനെയൊരു അംഗീകാരം നാട്ടുകാരുടെ മുമ്പിൽ മറ്റേത് മാഷ് ഡൽഹിയിൽ പോയി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങി ഇനി സംസ്ഥാനത്തിന്റെ അവാർഡ് ഏറ്റുവാങ്ങാൻ പോകുന്നു. അതിനേക്കാളൊക്കെ മാഷിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ഈ നാട്ടിലെ മാഷിന് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഏട്ടാ ചേച്ചി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിൽ മാഷിന് ലഭിക്കുന്ന അംഗീകാരമാണ്. ഏതായാലും ഈ വേളയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഭാരതത്തിന്റെ മഹത്വപൂർണമായ പാരമ്പര്യം ഞങ്ങൾ അധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അനന്തശക്തി അക്ഷരത്തിലുണ്ട് നേടിടാം, ഉജ്ജ്വലിക്കും അഗ്നിയായ ഏറ്റുവാങ്ങിടാം. അക്ഷരങ്ങളിൽ അനന്തശക്തിയുണ്ട്, ജ്വലിക്കുന്ന അഗ്നിയായി അത് ഏറ്റുവാങ്ങണം എന്ന് കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്നവരാണ് ഞങ്ങൾ അധ്യാപകന്മാർ. ഈ അക്ഷരങ്ങളുടെ ശക്തി, അക്ഷരങ്ങൾ അഗ്നിയായി മാറുന്ന സാഹചര്യം രാമായണത്തിലൂടെ നമ്മൾ കണ്ടിരുന്നു. മലക്കോമ്പത്തിരുന്ന് സ്നേഹസദാപത്തിൽ ഏർപ്പെടുകയായിരുന്ന ഇടപക്ഷികളിൽ ഒന്നിനെ അമ്പ് തൊടുത്ത് താഴേക്ക് വീഴ്ത്തിയ കാട്ടാളനെ കണ്ട് മഹാകവി പാടി, നിശാന്ത അരുത് കാട്ടാള. അതാണ് അക്ഷരം, അതാണ് അഗ്നി. ആ അഗ്നിയിൽ നിന്നാണ് രാക്ഷസീയതയെ ചുട്ടു ചാമ്പലാക്കാൻ കഴിയുന്ന ഈശ്വര ചൈതന്യം ഉടലെടുത്തു വന്നത് എന്ന് നമുക്കറിയാം. ആദികാവ്യം രചിക്കപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആദികാവ്യത്തിന്റെ സൃഷ്ടാവ് ഏത് തരത്തിലാണ് സമൂഹത്തെ നോക്കിക്കണ്ടത് എന്നതിന്റെ ഏറ്റവും ഉദാത്തമായ പ്രഘോഷണമാണ് സ്നേഹത്താൽ പരസ്പര ബന്ധിതമായ രണ്ട് മനസ്സുകൾ, രണ്ട് ശരീരങ്ങൾ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാക്ഷസീയമായ ബുദ്ധിയോടെ കാട്ടാളത്വത്തിന്റെ ആവിഷ്കാരം എന്ന നിലയ്ക്ക് അമ്പയിൽ വീഴ്ത്തുന്ന കാട്ടാളൻ. ആ കാട്ടാളനോടാണ്, അതൊരു സിംഹഗർജനം തന്നെയായിരുന്നു. അരുത് കാട്ടാള, അത് ഒരു അഭ്യർത്ഥന ആയിരുന്നില്ല, ഒരു അപേക്ഷയായിരുന്നില്ല, അതൊരു ഗർജനമായിരുന്നു. ആ ഗർജനമാണ് രാമായണമായി പുനരവതരിച്ചത് എന്ന് നമുക്കറിയാം. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ദുരൂഹതകളെയും അനാവരണം ചെയ്തുകൊണ്ട്, മനുഷ്യബന്ധങ്ങളെ സമർത്ഥമായി വ്യാഖ്യാനിച്ചുകൊണ്ട്, സാമൂഹിക ബന്ധങ്ങളെ സമർത്ഥമായി വ്യാഖ്യാനിച്ചുകൊണ്ട്, സമൂഹ രചനയ്ക്ക് ആധാരമാകേണ്ടുന്ന കാഴ്ചപ്പാടുകൾ എന്ത് എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ് പണ്ട് കോസല രാജ്യത്ത് പേരെഴുന്ന അയോധ്യയിൽ മന്നവന്മാർ വാണിരുന്നു, മനുവിൻ തറവാട്ടുകാർ എന്ന ആമുഖത്തോടു കൂടി കോസല രാജ്യത്ത് മന്നവന്മാര്, മനുവിന്റെ തറവാട്ടുകാര് വാണിരുന്നു എന്ന ഒരു ചരിത്രാഖ്യാനം നമ്മളിലേക്ക് പകർന്നു തരികയാണ് ആദ്യ കവി. ആ ആഖ്യാനത്തിലൂടെ ഒരു ഭരണാധികാരി എങ്ങനെയാകണം എന്ന് നമ്മൾ പഠിച്ചു.
സഹോദരൻ എങ്ങനെയാണ് മറ്റ് സഹോദരനോട് പെരുമാറേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ആദികാലം. രാജധർമ്മം എന്ത്, പൗരധർമ്മം എന്ത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ആദികാലം. അനേകം ഉദ്ബോധനങ്ങൾ, പഠന പ്രബന്ധങ്ങൾ തന്നെ രാമായണത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ഇവിടെയാണ് സാഹിത്യവും കലയും ഒക്കെ എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടുക. സാഹിത്യം സാഹിത്യത്തിന് വേണ്ടി, അങ്ങനെയല്ല ഭാരതം നമ്മെ പഠിപ്പിച്ചത്. സാഹിത്യവും കലയും മറ്റെന്തും ഈ സമൂഹത്തിന് വേണ്ടിയാണ്. എന്നെ ഞാനാക്കിയ സമൂഹത്തിന് വേണ്ടിയാണ്, എന്നെ ഞാനാക്കിയ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവിന് വേണ്ടിയാണ്, എന്നെ ഗർഭം ധരിച്ച എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്, എന്നോടൊപ്പം ഈ ഭൂമിയിൽ പിറന്നു വീണ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, എന്നെ വളർത്തിയെടുക്കുന്ന ഈ പ്രകൃതിക്ക് വേണ്ടിയാണ്, എനിക്ക് ജീവജലം പ്രദാനം ചെയ്യുന്ന ജലസ്രോതസ്സുകൾക്ക് വേണ്ടിയാണ്, എനിക്ക് ശുദ്ധവായു പ്രദാനം ചെയ്യുന്ന വൃക്ഷശിഖരങ്ങൾക്ക് വേണ്ടിയാണ്, വൃക്ഷങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ ജീവിതം സന്തുലിതമാക്കി തീർക്കുന്ന ഏറ്റവും ചെറുതെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ബോധ്യം നമ്മളിൽ വളർത്തിയെടുക്കുന്ന ഒന്നാണ് ആദികാവ്യം അല്ലെങ്കിൽ അക്ഷരം. ആ അക്ഷരത്തിന്റെ ഉപാസകനായി ശ്രീജിത്ത് മാഷ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല ആദരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരത്തുമ്പിലൂടെ അടർന്നു വീഴുന്ന ആശയ ലോകത്തേക്ക് കടന്നു പോവുക എന്നുള്ളതാണ്. അപ്പൊ ബാലസാഹിത്യ പുരസ്കാരം മാഷക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് മാഷൊരു ബാലസാഹിത്യകാരനാണ് എന്ന നിലയ്ക്ക് മാത്രമായി തളച്ചിടരുത്. നിരവധി എഴുത്തുകൾ മാഷുടേതായി രംഗത്ത് വന്നു നമ്മൾ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളായിട്ട്, ലേഖനങ്ങളായിട്ട്. ആ നിലയ്ക്ക് മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനേകം ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ മനോഹരമായി ആവിഷ്കരിക്കാൻ മാഷ് നമുക്കൊരു നിമിത്തമായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മാഷിന്റെ പേനത്തുമ്പിലൂടെ ഇനിയും ആശയ പ്രപഞ്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ കൂടുതൽ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് ഓരോന്നും, ഇവിടെ സംസാരിക്കുന്നവർ ഓരോരുത്തരും ഏറ്റവും ഭാവാത്മകമായ മനോഭാവത്തോടുകൂടി തന്നെയാണ് സമൂഹത്തെ കാണുന്നത്, നമ്മൾ ഓരോരുത്തരെയും കാണുന്നത്. അതുകൊണ്ട് അവരുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആഴത്തിലേക്ക് പരപ്പിലേക്ക് ഒന്നും പോകുന്നില്ല. ഇവിടെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച വിവേകാനന്ദ സാംസ്കാരിക വേദി, അതിന്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ശരീരം കൊണ്ട് മാഷോടൊപ്പം ചേർന്ന് നിന്ന് ഇനിയും അക്ഷരവഴിയിലൂടെ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ മാഷക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയാണ് നാം ഓരോരുത്തർക്കും ഉള്ളത്. എന്റെയും പ്രാർത്ഥന അത് തന്നെയാണ്. അതിവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം.